ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. റോമാക്കാരുടെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ എല്ലാ സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്: ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളെ പിന്തുടരട്ടെ എന്ന്. പ്രത്യാശയുടെ ദൈവം നമ്മുടെ വിശ്വാസത്താൽ നമുക്കെല്ലാ സമാധാനവും സന്തോഷവും തരും എന്നുള്ള ഉറപ്പാണ് റോമാക്കാരുടെ ലേഖനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ജീവിതത്തിലെ പ്രത്യാശയുടെ ഓപ്പോസിറ്റായ നിരാശയാണ് പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നത്. വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്താനെത്തുന്നു. മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ഭയം നമ്മളെ വേട്ടയാടുന്നു. ആരെങ്കിലും നമ്മളെ നോക്കി എന്തെങ്കിലുമൊക്കെ പിറുപിറുക്കുമ്പോൾ അത് നമ്മളെക്കുറിച്ചാണെന്ന് വെറുതെ നമ്മൾ വിചാരിക്കുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഞാനെന്ന വ്യക്തി അവരുടെ ചിന്തകൾ ഇപ്രകാരമായിരിക്കുമെന്ന് ചിന്തിച്ച് ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കാം. മനസ്സിൽ അശുഭകരവും നെഗറ്റീവുമായ ചിന്താഗതികൾ വരുമ്പോൾ ഈ തിരുവചനം നമുക്ക് മനസ്സിലോർക്കാം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ എല്ലാ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നൽകുമാറാവട്ടെ. പ്രത്യാശയുടെ ദൈവം, എൻ്റെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ് എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് ചില സമയങ്ങളിൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മലവെള്ളപ്പാച്ചിൽ പോലെ നമ്മുടെ ദേഹത്തോടെ ഒഴുകി അങ്ങ് പോയെന്നിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനെയും ഒരപകടവും അത്യാഹിതവും ബാധിക്കുകയില്ല. അവിടുത്തെ സമയത്തിൻ്റെ തികവിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയുള്ളൂ. അവിടുന്ന് നമ്മുടെ കൂടെയുള്ളപ്പോൾ, അവിടുന്ന് നമ്മുടെ കൈ പിടിച്ചിരിക്കുമ്പോൾ ഇതും കടന്നു പോകും, ഇതിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രമിക്കണം, അല്ലെങ്കിൽ ബോധപൂർവ്വം ശ്രമിക്കണം. തകർച്ചകൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ ഓർക്കാനും കുറ്റപ്പെടുത്താനും നമുക്കൊരു പ്രത്യേക കഴിവാണ്. നമ്മുടെ തകർച്ചകൾ മറ്റുള്ളവരുടെ മേലെ ചാരി വയ്ക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ തകർച്ചകളിൽ ഈ തിരമാലയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മണലിൽ കാലുറപ്പിച്ച് കടലമ്മയോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു നിൽപ്പില്ലേ, അതേപോലെ നമ്മുടെ സങ്കടങ്ങളിൽ പ്രത്യാശ കൈവിടാതെ നമ്മുടെ ദാരിദ്ര്യത്തിൽ എല്ലാം നൽകുന്ന നാഥൻ്റെ സമ്പന്നതയെ ഓർത്തുകൊണ്ട് സമചിത്തതയോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.